കടിക്കോ? ഞായറാഴ്ച രാവിലെ അൾട്രാലൈറ്റ് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഫിഷ് ഓൺ ആണ്. അൾട്രാലൈറ്റ് ഫിഷിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്, വളരെ ചെറിയ മീൻ അടിച്ചാൽ പോലും ഒടുക്കത്തെ ഫീലാണ് കയ്യിൽ കിട്ടുക. അൾട്രാലൈറ്റിൽ പെട്ടെന്ന് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ റോഡ് വളഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്നത് കാണാനും രസമാണേ. ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡ് ബ്രാവോയുടെ ലെവന 210 ആണ്. അതുപോലെ ഇപ്പോൾ ഉപയോഗിക്കുന്ന റീൽ എന്ന് വെച്ചാൽ ഷിമാനോയുടെ FX 2500 ആണ്. കാണാൻ പറ്റില്ലേ? മീനിനെ മൊത്തത്തിൽ ഇതുപോലെ തൂക്കിയെടുക്കാൻ പാടുള്ളതല്ല, കാരണം റോഡ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, അൾട്രാലൈറ്റ് സൈസുള്ള പാരാൻ. നമുക്കിനി കടൽ സൈഡിലോട്ട് ഇറങ്ങി നോക്കാം, അവിടെ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. മഴ പെയ്യുന്നത് കലങ്ങുമ്പോഴേ മാറുമെന്ന് തോന്നുന്നു. പതിവിലും നല്ല ശക്തമായ തിരയാണ് ഇവിടെ ഇപ്പോൾ. അതുപോലെ തന്നെ തെളിഞ്ഞ വെള്ളത്തിൽ മീനടിക്കൽ കുറവാണ്. ഈ ചേട്ടൻ കാസ്റ്റ് ചെയ്യുമ്പോൾ റോഡിൻ്റെ ആക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചോ, അടിപൊളിയാണ്. ഉണ്ടോ കുട്ടാ? ഉണ്ടോ? ഈയിടങ്ങളിൽ രാവിലത്തെ കടൽ ഇത്രയും രൗദ്രമാവുന്നത് വിരളമാണ്. അങ്ങ് ദൂരെ നോക്കിക്കേ, കുറച്ച് പറവകൾ V ഷേപ്പിൽ പറന്നു പോകുന്നത് കണ്ടായിരുന്നു. കുറേ നേരത്തെ ലൂർ കാസ്റ്റിങ്ങും ഒറ്റത്തുമ്പിന്റെ കാസ്റ്റിങ്ങൊക്കെ ശേഷം സാൻഡ് ക്രാബ് പിടിച്ച് കോർത്തിടാമെന്ന് വിചാരിച്ചു. ഇതില് വേറെ ഒരു ഇനമുണ്ട്, ഒരു കൊമ്പ് പറഞ്ഞത്, അത് കുത്തും. ഈ സാൻഡ് ക്രാബ് മൊത്തത്തിൽ കോർത്തിടുന്നതിനേക്കാളും നല്ലത് ഇതിനകത്തുള്ള പൊന്ന്, അതായത് ഇതിൻ്റെ മുട്ട കോർത്തിടുന്നതായിരിക്കും കുറച്ചുകൂടെ സ്ട്രൈക്ക് കിട്ടുന്നതെന്നാണ് പുള്ളി പറഞ്ഞു തരുന്നത്.
ഫിഷ് ഹുക്കായിട്ടുണ്ടേ. ഓല ഇല്ല ഇല്ല വീഡിയോയിൽ കിട്ടിക്കാണും. ഓ അടിപൊളി. സെറ്റ്. കടിക്കോ? അടിപൊളി. വല്യ കാണാൻ പോകുന്നു. അപ്പോൾ സീൻ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.